മഴക്കെടുതി എന്നുള്ളത് ഇപ്പോൾ അതൊരു ഒരു വാർത്തയെ അല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കേരളം വെന്ത് പൊള്ളിയതാണ് ഒരു മാസം മുമ്പ്, ഒരു 1.5 മാസം മുമ്പ് വരെ. അത്രത്തോളമുള്ള ചൂട്, അസഹനീയമായ ചൂടാണ്. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ പ്രതിഭാസം ഇപ്പോൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് മഴയാണ്. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഘോരമായ മഴ. ഇന്നലെ ഇപ്പോൾ രാത്രി എറണാകുളത്തുണ്ടായ മഴയെന്ന് പറയുന്നത് അതിഭീകരമായ മഴയാണ്. അതൊരു രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഉണ്ടായ മഴ. അതുപോലുള്ള കാറ്റ്, അതിശക്തമായ കാറ്റ്. ഇതിൽ കഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് ഇടയിൽ ഇറങ്ങാൻ ഒക്കത്തില്ല, ജീവിക്കാൻ മാർഗമില്ല. മത്സ്യം വിറ്റ് മത്സ്യത്തിനെ പിടിച്ച് മാത്രം ഉപജീവനം കഴിയുന്ന ആളുകളാണ് അവർ. അവർ ഇവിടെ അങ്ങ് പ്രഖ്യാപനം ഉണ്ടാവും, ഇനി മത്സ്യത്തൊഴിലാളികൾ 48 മണിക്കൂറിലേക്ക് കടലിൽ ഇറക്കരുത്. ഈ 48 മണിക്കൂർ അവർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ആഹാരം. അതിനാരും ഒന്നും കൊടുക്കുന്നില്ല. അത് പോട്ടെ, ഇനി അങ്ങ് വിട്ടേക്കാം. അതൊന്നുമല്ല, വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് വളരെ അത്രത്തോളം വലിയ ഒരു ഘോരമായ അതിഭീകരമായ സംഭവമാണ് വന്നേക്കുന്നത്. 43 പേര് ഇപ്പോൾ മരണപ്പെട്ടു. അത് ഉരുൾപൊട്ടലിലാണ്. അത് മണ്ണ് മൂടിപ്പോയിട്ടുണ്ട് ഒരുപാട്. അതിൽ നിന്ന് മൃതദേഹങ്ങളൊക്കെ ഒലിച്ചു പോയേക്കുന്നത് 20-30 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്. വയനാട്ടിലുള്ളത് മലപ്പുറത്തു നിന്നാണ് മൃതദേഹം കിട്ടുന്നത്. വയനാട്ടിലെ 2 സ്ഥലങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് അതിഭീകരമാണ്. അത് ആ സ്ഥലങ്ങൾ രണ്ടും ഒറ്റപ്പെട്ടതാണ്. മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ അട്ടമലയും ഏതാണ്ട് ഒറ്റപ്പെട്ടു പോയി. ആ സ്ഥലങ്ങൾ അവിടെ വാഹനമൊന്നും ചെല്ലാൻ ഒക്കത്തില്ല. കാരണം റോഡൊക്കെ നടുവേ പിളർന്നു പോയിട്ടുണ്ട് പലയിടത്തും. ഇതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിപ്പോൾ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. പ്രകൃതി ദുരന്തമാണ് ഇത്, ഒന്നും പറയാനൊക്കത്തില്ല. മലയോര മേഖലകളിൽ ഉള്ള ആളുകൾ വേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. ഒരുപാട് വാഹനങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് ഇതിൽ. ഈ 43 എന്ന് പറയുന്നതൊന്നും യഥാർത്ഥ സംഖ്യയായിട്ട് പൊരുത്തപ്പെടുന്നതായിരിക്കില്ല. മൃതദേഹങ്ങൾ കിട്ടുന്നതായിരിക്കും ഈ 43 പേരുടെ കാണുന്നത്. നേരെ മറിച്ച് കാണാതെ ഇനി അതിന്റെ കണക്കെടുത്ത് വരണമെങ്കിൽ ഈ വാഹനങ്ങൾ ഒലിച്ചുപോയ വാഹനങ്ങൾ എന്ന് പറയുന്നത് വെറുതെ പോകുന്ന അതല്ല. വാഹനങ്ങൾ എന്തായാലും വെറുതെ പോകില്ലല്ലോ, അതിൽ ആൾക്കാരുണ്ട്. ഇതേപോലെ ധാരാളം ആളുകൾ. ഇപ്പോൾ അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് എത്രയോ നാളുകളായി. ഒന്നും ചെയ്യാൻ പറ്റില്ല ജനങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവിടെ ഇത്രത്തോളം കിലോമീറ്റർ സ്ഥലങ്ങളിൽ മുഴുവൻ ഈ വയനാട്ടിൽ അവിടെ ഇതേപോലെ മൃതദേഹങ്ങൾ പലയിടത്തും ഇതേപോലെ ഒഴുകി നടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ മൃതദേഹങ്ങൾ കിടക്കുകയാണ്. അതായത് പകുതി മരിച്ച ആളുകളും അപകടം ഇതുപോലെ തന്നെ അംഗഭംഗം സംഭവിച്ചവരും എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നവരും വെള്ളത്തിൽ കിടക്കുന്നവരും ധാരാളം ആളുകളുണ്ട്. ഒരുപാട് വീടുകൾ തകർന്നിട്ടുണ്ട്. ആ വീടുകളിനകത്തൊക്കെ ഇനി എത്ര പേരുണ്ട് എന്ന് അത് എക്സ്കവേറ്റ് ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മരണസംഖ്യ യഥാർത്ഥത്തിൽ ഈ 43 നമുക്ക് ധാരാളം ഉയരാനായിട്ട് മതി കേട്ടോ. അപ്പോൾ അവിടെ വേണ്ടതെന്ന് പറയുന്നത് ഉണ്ടല്ലേ, എല്ലാവരും ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ട് ആളുകൾ ഇറങ്ങണം. ജനങ്ങളുടെ സേന തന്നെ പണ്ടിറങ്ങിയില്ലേ, അതേപോലെ ഇറങ്ങിയാലേ മാർഗമുള്ളൂ. ഇവിടെ സേന വരുന്നു, സൈന്യം വരുന്നു എന്ന് പറയുന്നു. സൈന്യം വരുന്നതിനൊക്കെ അപ്പുറത്ത് ഈ നാടിനെ അറിയാവുന്ന ആളുകൾ, ഈ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് അറിയാവുന്ന ആളുകൾ, അവരുടെ സഹായം കൂടെ വേണം. ഇല്ലാതെ പറ്റത്തില്ല. അത് ജനങ്ങൾ ഇറങ്ങണം, എല്ലാവരും ഒന്നിച്ച്. അവിടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർഗീയതയോ ഇതൊന്നും അല്ല. അവിടെയൊക്കെ ആളുകൾ മറക്കുന്നത് ഈ മരണം വരുമ്പോഴാണല്ലോ. രാഷ്ട്രീയവും വർഗീയതയും ജാതി വ്യത്യാസവും ഒക്കെ മറന്നു പോകുന്നത് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനൊന്നും മറക്കണം. മനസ്സോടുകൂടി അത് യഥാർത്ഥത്തിലൊന്നും മറന്നിട്ട് പുറത്തോട്ടിറങ്ങി ആളുകളെ കൈപിടിച്ച് ഒന്ന് കയറ്റാൻ ശ്രമിക്കണം. അതാ ചെയ്യേണ്ടത്. ഈ മരിച്ചുപോയവരെ എല്ലാം, അതായത് ഇപ്പോൾ ഇതിനകത്ത് ഈ ദുരന്തത്തിൽ മരിച്ചുപോയ ധാരാളം കുഞ്ഞുങ്ങളും അതുപോലുള്ള ആളുകളുണ്ട്. അപ്പം അവരുടെയൊക്കെ ആത്മാവിന് നിത്യശാന്തി നേരാനേ നമുക്ക് പറ്റുന്നുള്ളൂ. ആദരാഞ്ജലികൾ അർപ്പിക്കാം നമുക്ക്.